കനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാന വഴിയായിട്ടാണ് പലരും പിറന്ന നാടും നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അതുമല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ പോയി അതുകൊണ്ട് ട്രെൻഡിന് പുറകെ ഞാനും കാനഡയ്ക്കോ യു കെക്കോ പോവാണ് എന്നൊക്കെ പറഞ്ഞ് കാരണവന്മാരുടെ ചെലവിൽ ഇവിടെ അടിച്ചു പൊളിക്കാൻ വരുന്നവരുമുണ്ട്. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും കുടുംബം ഒന്ന് രക്ഷപ്പെടുത്തണം, അതുമല്ലെങ്കിൽ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടെയാണ് പലരും കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത്. കുറച്ച് നാൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കാശുകാരനായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വന്നവർ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ PR-ഓ സിറ്റിസൺഷിപ്പോ ഒക്കെ എടുത്ത് ഇവിടെ തന്നെ കൂടുകയാണ് പതിവ്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റവുമായിട്ട് വൺസ് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. ഞാൻ കാനഡയിൽ വന്നിട്ട് 11 വർഷം കഴിഞ്ഞപ്പോൾ 12ാമത്തെ വർഷമാണ്. ഈ 11 വർഷ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടപ്പെടാൻ റെഡിയായിട്ട് ഈ രാജ്യത്തേക്ക് വരുന്ന എല്ലാവർക്കും ഇപ്പോഴും ധാരാളം അവസരങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ അവസരങ്ങൾ ആരും ഒരു തളികയിൽ വെച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരത്തില്ല. നാട്ടിലെ പോലെ അത്ര ഈസി ലൈഫല്ല ഇവിടെ. ഇവിടെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷേ കഷ്ടപ്പെടുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അതിന് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വലിയ റിവാർഡ് നിങ്ങൾക്ക് ഇവിടെയുണ്ട്. എന്നാൽ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഞങ്ങൾ കാനഡ വിട്ട് നാട്ടിൽ പോകുന്നു, ഇനി ഇങ്ങോട്ടില്ല. പണ്ടൊക്കെ ഇൻഫ്ലുവൻസർമാർ കാനഡയുടെ ഉള്ളതും ഇല്ലാത്തതുമായ ഗുണങ്ങളെക്കുറിച്ച് പൊക്കിയടിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിടത്താണ് ഈ ഷിഫ്റ്റ്. ഞാനിങ്ങനെ കാനഡയിൽ നിന്ന് തിരിച്ചുപോയ 2-3 ആൾക്കാരുടെ വീഡിയോ കണ്ടു. ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടന്നൊന്നും വരത്തില്ല. എന്നാൽ ഈ വീഡിയോയിലെല്ലാം പൊതുവായി ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാനഡയെ അടച്ചാക്ഷേപിച്ച് അവരോട് കാനഡയിലുള്ളവരും കനേഡിയൻ സിസ്റ്റവും വളരെ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവർക്കിപ്പോൾ കാനഡയിൽ ഉള്ളതെല്ലാം മോശമാണ്. 15-20 ലക്ഷം രൂപ മുടക്കി കാനഡയിൽ കുറച്ച് നാൾ ജീവിച്ചിട്ട് ഇനി ഒരിക്കലും കാനഡയ്ക്ക് ഇല്ല എന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു വീഡിയോ കണ്ടു. ഒരു യങ് കപ്പിളാണ്. ഇവർ കാനഡയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എവിടെയാണെന്നോ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നുവെന്നോ അവരെന്തൊക്കെയാണ് കാനഡയിൽ ചെയ്തിരുന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അവരിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിൽ ചെന്നിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. കാനഡയിൽ നിന്നും തിരിച്ചു പോയി എന്നുള്ളത് എന്തോ ഇവരുടെ അതിജീവനത്തിന് കിട്ടിയ വലിയൊരു ബഹുമതി പോലെയാണ് അവരിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവർ ഒന്നാമതായി പറയുന്ന കാര്യം കാനഡയിൽ ജീവിത നിലവാരം, ലിവിങ് സ്റ്റാൻഡേർഡ് വളരെ കുറവാണെന്നുള്ളതാണ്. അവരതിന് കാരണമായി പറയുന്നത് അവർ എവിടെയോ ഷെയർഡ് അക്കോമഡേഷനിൽ ബാത്റൂം കിച്ചണൊക്കെ ഷെയർ ചെയ്താണ് ജീവിച്ചത് എന്നുള്ള കാര്യമാണ്. ഇവർ ലിവിങ് സ്റ്റാൻഡേർഡ് എന്നീ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും, അത് ഇന്ത്യക്ക് പുറത്തു പോകണമെന്നില്ല, ഇന്ത്യയിലെ മറ്റു പല സിറ്റികളിലേക്ക് പോയാലും അങ്ങനെ തന്നെ, നിങ്ങൾ കുറച്ച് കാശ് ലാഭിക്കാനായിട്ട് ഒരു വീട് മുഴുവൻ വാടകയ്ക്ക് എടുക്കാതെ സ്ട്രേഞ്ചേഴ്സിനൊപ്പം ഒരു മുറി മാത്രം വാടകയ്ക്ക് എടുത്ത് ജീവിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ ടോയ്ലറ്റും കിച്ചണൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. അതിന് കാനഡയെ കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി റെൻറ്റിൻ്റെ കാര്യം. ഞാൻ നാട്ടിൽ ഒരു മൂവാറ്റുപുഴക്കാരനാണ്. പെട്ടെന്നൊരു ദിവസം മൂവാറ്റുപുഴയിൽ നിന്നും മുംബൈയിലേക്ക് വണ്ടി കയറിയിട്ട് മുംബൈയിലെ റെൻറ്റ് മൂവാറ്റുപുഴയിലെ റെൻറ്റ് പോലെയല്ല. മൂവാറ്റുപുഴയിൽ ഒരു ഫുൾ വീട് റെൻ്റ് എടുക്കുന്ന കാശിന് മുംബൈയിൽ ഒരു ചെറിയ റൂം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് ടൊറൻറ്റോയിലെയും വാൻകൂവറിലെയൊക്കെ റെൻറ്റ് കൂടുതലാണെന്ന് പറയുന്നത്. ടൊറൻറ്റോയും വാൻകൂവറൊക്കെ കാനഡയിലെ മഹാനഗരങ്ങളാണ്. കാനഡയിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളായ ടൊറൻറ്റോയിലെ റെൻറ്റ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാതെ കുറച്ചുകൂടി കുറഞ്ഞ ചിലവിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് പോകണമായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കാരണം കൊണ്ട് അവർ മൊത്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് കാനഡയിൽ ലിവിങ് സ്റ്റാൻഡേർഡ് കുറവാണെന്നുള്ളതാണ്. ഇവരൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാനഡ എന്ന് പറഞ്ഞാൽ ടൊറൻറ്റോ അല്ലെങ്കിൽ വാൻകൂവർ മാത്രമല്ല, അതിന് പുറത്ത് വലിയൊരു ലോകമുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ മാപ്പിലെങ്കിലും കയറിയിട്ട് കാനഡയിൽ ഒണ്ടാരിയോ അല്ലാതെ വേറെയും പ്രൊവിൻസുകളുണ്ടെന്നും അവിടെയൊക്കെ ആളുകൾ കുറഞ്ഞ റെൻറ്റിൽ സ്വന്തം കിച്ചണും സ്വന്തം വാഷവുമായിട്ട് സുഖമായി ജീവിക്കുന്നുള്ള കാര്യവും ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി ഇവർ പറയുന്നത് കാനഡയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഇഷ്യൂസാണ്. ഇവർക്ക് നേരിട്ട് ഒരു മോശം എക്സ്പീരിയൻസ് ഇല്ല. ഇവരുടെ ഏതോ ഒരു ഫ്രണ്ടിന് കൈ പൊട്ടിയിട്ട് അവർക്ക് ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ഒരു ദിവസം വൈകി. അതാണ് അവർ പറയുന്ന കാര്യം. കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഹോസ്പിറ്റലുകളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ വോക്കിൻ ചെയ്യാവുന്നതും അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നതുമായ ക്ലിനിക്കുകളും ഇവിടെയുണ്ട്. പോപ്പുലേഷൻ പെട്ടെന്ന് കൂടിയതുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ആരോഗ്യ മേഖലയിലുണ്ട്. അത് സത്യമാണ്.
വേദനയുമായി ഹോസ്പിറ്റൽ എമർജൻസിയിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കേസാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തന്നെ ചികിത്സ കിട്ടൂ. ഇവരുടെ ഏതോ ഫ്രണ്ട് കൈ പൊട്ടിയിട്ട് ഹോസ്പിറ്റൽ എമർജൻസിയിൽ പോവാതെ ഏതോ ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു വന്നു. പക്ഷേ അവർക്ക് അന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. എമർജൻസി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാതെ എന്തുകൊണ്ട് ക്ലിനിക്കിൽ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. ഇവരുടെ ഏതോ ഒരു ഫ്രണ്ടിന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ് കാനഡയിലെ മെഡിക്കലിനെ മുഴുവൻ കുറ്റം പറഞ്ഞ് ഇവർ നാട്ടിൽ പോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കയ്യിൽ കാശുണ്ടെങ്കിലോ നല്ലൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ കേരളത്തിൽ ഇതിലും വേഗത്തിൽ ചികിത്സ കിട്ടും എന്നത് ശരിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് കാനഡയിൽ നിന്ന് തിരിച്ചു പോകാൻ മാത്രം മോശമല്ല ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം. പോപ്പുലേഷൻ കൂടിയതുകൊണ്ടുള്ള വെയിറ്റിംഗ് ടൈം ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ കാനഡയിലെ ആയുർദൈർഘ്യവും മുക്കിന് ഹോസ്പിറ്റലുകളുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റമുള്ള കേരളത്തിലെ ആയുർദൈർഘ്യവുമായിട്ട് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമതായി ഇവർ പറയുന്ന കാര്യം ഐ ടെസ്റ്റ് അല്ലെങ്കിൽ വിഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി $130 കൊടുത്തു എന്നുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ ജോലിക്കാർക്കും മണിക്കൂറിന് ഡോളറിലാണ് കാശ് കൊടുക്കുന്നുള്ള കാര്യം ഇത്രയും നാൾ കാനഡയിൽ ജീവിച്ചിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതായത് കേരളത്തിലെ ചിലവിൽ കാനഡയിൽ ഒരു ടെസ്റ്റും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് ഡെൻ്റൽ, വിഷൻ, ഫാർമസി ഒക്കെ ആയിട്ട് മാനുലൈഫ്, ബ്ലൂ ക്രോസ് പോലത്തെ ഇൻഷുറൻസുകൾ നമുക്ക് തരും. അതുപോലെ ഹെൽത്ത് സ്പെൻഡിങ് അക്കൗണ്ടുകളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരത്തില്ല. ഇനി നിങ്ങൾക്ക് കാനഡയിൽ ഒരു ഫുൾ ടൈം ജോലിയില്ല, നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഷുറൻസ് പ്ലാൻസ് കാശ് കൊടുത്തും വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് $130 ഇങ്ങനെ വിഷൻ ടെസ്റ്റിന് കൊടുക്കേണ്ടി വന്നെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം പറ്റിയൊരു കാര്യമാണ്. കാനഡയിൽ മറ്റ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുക്കാറില്ല. പിന്നെ ഇവർ പറയുന്ന കാര്യമാണ് കാനഡയിൽ ഫ്രോസൺ ഫുഡാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുമല്ലെങ്കിൽ ഗ്രോസറിക്ക് നാട്ടിലേക്കാൾ വില കൂടുതലാണ്. കാനഡ ഒരു തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് നാട്ടിലെ പച്ചക്കറികളോ പഴങ്ങളോ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം തന്നെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇനി സമ്മറിൽ കുറച്ച് കൃഷി ചെയ്യാന്ന് വെച്ചാലും അധിക കാലം നമുക്കത് കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഇത്തരം പ്രൊഡ്യൂസ്, ഫ്രൂട്ട്സൊക്കെ ഫ്രോസൺ ആയിട്ടാണ് നാം പലപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്നത്. നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും പലഹാരങ്ങളും ഫ്രൂട്ട്സും ഇവിടെ ഫ്രോസൺ ആയിട്ടോ ഫ്രഷ് ആയിട്ടോ കിട്ടും. കാച്ചിലോ ചക്കയോ ചേമ്പോ ഇവിടെ കിട്ടാനതായിട്ട് ഒന്നുമില്ല. വല്ലപ്പോഴും കൊതി മാറാൻ വാങ്ങി കഴിക്കാവുന്ന വിലയേ ഉള്ളൂ. ഇനി ഞാൻ നാട്ടിൽ സ്ഥിരം ചക്കപ്പുഴുക്കാണ് 3 നേരം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കാനഡയിൽ വന്നാലും ചക്കപ്പുഴുക്ക് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാവൊന്നും ഇല്ലാത്തതുകൊണ്ട് കടയിൽ നിന്നും സ്ഥിരമായിട്ട് ചക്ക വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാശാവും. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് കൾച്ചർ കൂടെ അഡാപ്റ്റ് ചെയ്യുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോഴും ചെലവ് പറയുന്നത് ഇന്ത്യൻ രൂപയിലാണ്. ഇവർ കാനഡയിൽ ആയിരുന്നുവെന്നും അവർക്ക് ജോലി ചെയ്തപ്പോൾ കിട്ടിയത് കനേഡിയൻ ഡോളർ ആയിരുന്നു എന്നുള്ള കാര്യം ഇവർ മറന്നതാവാം. ഇനി ആ കണക്ക് നോക്കിയാലും ചിക്കനും പോർക്കിനൊക്കെ നാട്ടിലേക്കാൾ വിലക്കുറവാണ് കാനഡയിൽ. അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളായ ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ നാട്ടിലേക്കാൾ വില കുറച്ച് ഇവിടെ കിട്ടും. കനേഡിയൻ ഡോളർ സമ്പാദിച്ച് ഇന്ത്യയിലെ വിലയിൽ ചിലവാക്കണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. അതെന്തായാലും കാനഡയിൽ നടക്കത്തില്ല. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ആ പറഞ്ഞത് ഒരു വാലിഡ് പോയിൻ്റാണ്. ഇവിടെ നാട്ടിലെ പോലെ ആരും ഉരുട്ടി തരത്തില്ല. സ്വന്തമായി അധ്വാനിക്കണം. ജോലി ചെയ്യാതെ എത്ര പ്രായമായാലും പേരൻസിൻ്റെ വീട്ടിൽ ഉണ്ടുറങ്ങി കഴിയുന്ന ആ വിദ്യ അത് നാട്ടിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെയൊക്കെ എത്ര പണക്കാരൻ്റെ മക്കളായാലും ചെറുപ്പത്തിലെ തന്നെ പാർട്ട് ടൈം ജോലികൾക്ക് പോകും. അത് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇവിടെ ജോലി ചെയ്ത് സുഖമായി ജീവിക്കാം, നാട്ടിൽ വേണമെങ്കിൽ ജോലി ഇല്ലാതെയും സുഖമായിട്ട് ജീവിക്കാം. പേരൻസിന് നല്ല കാശുണ്ടെങ്കിൽ ഇവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയത് വളരെ നല്ലൊരു മൂവാണ്. പിന്നെ ഇവർ പറയുന്നത് കാനഡയിലെ ഏകാന്തതയെക്കുറിച്ചാണ്. അതായത് കാനഡയിലുള്ളവർ ഒട്ടും സോഷ്യൽ അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ജീവിച്ചത് കാനഡയിൽ തന്നെ അല്ലേ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. സമയം കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ സുഹൃത്തുക്കളെ കിട്ടാൻ യാതൊരു പാടുമില്ല. നിങ്ങൾക്ക് സമയവും സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ ഇവിടെ ഫൺ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് കാനഡയിൽ വെച്ച് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിരുന്നെങ്കിൽ ഈ കാരണം പറഞ്ഞ് നിങ്ങൾ കാനഡ വിടത്തില്ലായിരുന്നു. ഇവരുടെ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടും കാനഡയുടെ കുറ്റം കുറേ കേട്ടതല്ലാതെ തിരിച്ചു പോകാൻ മാത്രം ഒരു വാലിഡ് റീസൺ ഞാൻ കണ്ടില്ല. ഒന്നെങ്കിൽ കാനഡയെക്കുറിച്ച് ഒന്നും പഠിക്കാതെയോ അറിയാതെയോ എങ്ങനെയോ കാനഡയിൽ എത്തപ്പെട്ടവരാണിവർ. അതുമല്ലെങ്കിൽ കാനഡയിൽ അവർ കുറച്ച് നാൾ ജീവിച്ചിട്ടും അവർക്ക് കാനഡയെപ്പറ്റി മനസ്സിലായില്ല. ഒടുവിൽ എന്തൊക്കെയോ കുറ്റം പറഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. പുറത്തു പറയാൻ പറ്റാത്ത വേറെ എന്തൊക്കെയോ പേഴ്സണൽ റീസൺ ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഇനി മറ്റൊരു വീഡിയോ. ആർഷഭാരത സംസ്കാരത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കപ്പിൾസിൻ്റെ വീഡിയോ ആണിത്. തികച്ചും ഒരു വർഗീയ വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. കൾച്ചർ ആണ് ഇവരുടെ പ്രധാന പ്രശ്നം. ഇവിടെ നമ്മൾ സ്കൂളുകളിലും ഓഫീസിലും ആരും സാറേയൊന്നും വിളിക്കാറില്ല, പരസ്പരം പേരാണ് വിളിക്കുന്നത്.
അങ്ങനെ സ്കൂളുകളിൽ ടീച്ചറിൻ്റെ പേര് വിളിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ഇവർക്ക് ഒട്ടും യോജിപ്പില്ല. കാനഡയിൽ ക്രൈം റേറ്റ് കൂടുതലാണ്, കാനഡയിൽ വീടില്ലാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ പല പല കുറ്റങ്ങൾ. അതുപോലെ തന്നെ കാനഡയിലെത്തി ഇവർ കുറച്ചാൾ ജീവിച്ചപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പല വംശീയതയിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇങ്ങനെ പല വംശീയതയിലുള്ള ആൾക്കാരൊന്നും കാനഡയിൽ ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കാനഡയിൽ കാണുന്ന ഭൂരിഭാഗം ആളുകളും പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റത്തിലൂടെ ഇവിടെ എത്തിയവരും അല്ലെങ്കിൽ അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെയാണെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണ് ഇവർ. 100-200 വർഷം മുമ്പ് യൂറോപ്പിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഇവിടെ കൂടുതലെങ്കിലും ചൈനയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ കുടിയേറിയ ധാരാളം ആളുകൾ ഇവിടെ തലമുറകളായിട്ട് നല്ല ജീവിതം നയിക്കുന്നുണ്ട്. സ്കിന്നിൻ്റെ കളർ വെച്ച് ആളുകളെ അളന്നുകൊണ്ടിരുന്ന നിങ്ങൾ ഈ രാജ്യം വിട്ടത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ കാനഡ ഒട്ടും സേഫ് അല്ല എന്ന് പറയാൻ വേണ്ടി ഇവിടെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഊതിപ്പിരിപ്പിച്ച് കാണിക്കുകയാണ് ഇവർ. ഇവിടെയുള്ള എല്ലാ സിറ്റികളിലും വളരെ മോശം ഏരിയയും അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയസും കാണും. നിങ്ങൾ ഡൗൺ ടൗണിലെ ഏറ്റവും മോശം സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് പിടിക്കാത്ത കുറേ ആളുകളെ കണ്ടു എന്ന് കരുതി ആ സിറ്റി മുഴുവൻ അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ പറഞ്ഞ ആ പ്രൊവിൻസിൽ ഞാൻ 7 വർഷം ജീവിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ലഹരി ഇല്ലാത്തതുകൊണ്ടാവും അവർ അവരുടെ സംസ്കാരത്തിന് കോട്ടം തട്ടാതെ ലഹരിയില്ലാത്ത നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇവർ നാട്ടിൽ നല്ല കാശുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾക്ക് നാട് തന്നെയാണ് നല്ലത്. പക്ഷേ ഇവരുടെ ഈ സ്വഭാവം വെച്ച് ഇവർക്ക് കേരളത്തിന് പുറത്ത് എവിടെയും പോയി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവരോട് കാര്യമായിട്ടൊന്നും പറയാനില്ല. കൾച്ചറൊക്കെ ഓരോ 50 വർഷം കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ ആണെന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. കോവിഡിന് ശേഷം കാനഡയിലേക്ക് ടെമ്പററി വിസകളായ സ്റ്റുഡൻറ്റ് വിസ, വർക്ക് വിസ, റെഫ്യൂജി, PR ഒക്കെ ആയിട്ട് കാനഡയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന ആ ഈസി ലൈഫ് അത്ര ഈസി അല്ലാതായിട്ടുണ്ട്. സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്, ഹൗസിങ് എക്സ്പെൻസീവ് ആണ്, ഹോസ്പിറ്റലിൽ വെയിറ്റിംഗ് ടൈം കൂടി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ മാത്രം ഒരു പ്രശ്നവും ഇപ്പോൾ കാനഡയിലില്ല. പിന്നെ ആരാണ് തിരിച്ചു പോകുന്നത് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ സ്റ്റുഡൻ്റായോ വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷം PR-ലോ വരുന്നവർക്ക് ഇനീഷ്യൽ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ലൈഫും സെറ്റിലാവാൻ 4-5 വർഷം പിടിക്കും. PR ഉള്ളവർ ഇനീഷ്യൽ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഇവിടുത്തെ സിസ്റ്റവുമായി അഡാപ്റ്റ് ചെയ്ത് പുതിയൊരു ജീവിതം തുടങ്ങും. പക്ഷേ ടെമ്പററി വിസയിൽ വന്നവർ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും വിസ എക്സ്പയർ ആവും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ, വർക്ക് വിസ പോലുള്ള ടെമ്പററി വിസയിൽ വന്ന് PR കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ചില ലോക്കൽ കോളേജിൽ ചില പൊട്ട കോഴ്സുകൾ പഠിക്കാൻ വന്ന ചിലർക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വർക്ക് പെർമിറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ PR വർക്ക് പെർമിറ്റും ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യാനോ ജീവിക്കാനോ പറ്റില്ല. അപ്പോൾ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ വേറെ വഴിയില്ല. ഞാൻ എൻ്റെ ഈ കാനഡ ജീവിതത്തിൽ ചിലർ ആദ്യം പറഞ്ഞ റെൻറ്റ്, ഹോസ്പിറ്റൽ എമർജൻസി വെയിറ്റിംഗ് ടൈം, ഫ്രോസൺ ഫുഡ്, കോസ്റ്റ് ഓഫ് വിഷൻ ടെസ്റ്റ്, കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ ക്രൈം റേറ്റ്, ഡ്രഗ്സ് തുടങ്ങിയ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയ ആരെയും കണ്ടിട്ടില്ല. ഇനി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രായമായ മാതാപിതാക്കൾ, നാട്ടിൽ ബിസിനസ് ഉള്ളവർ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് നാട്ടിൽ പോയി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇനി ആരോഗ്യമുള്ള അത്രയും നാൾ ഇവിടെ ജോലി ചെയ്ത് ഇവിടുത്തെ പെൻഷനും വാങ്ങി നാട്ടിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. PR-ഉം സിറ്റിസൺഷിപ്പും ഉണ്ടായിട്ട് റിട്ടയർമെൻറ്റിന് മുന്നേ നാട്ടിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാട്ടിൽ നല്ല കുടുംബസ്വത്തോ ബിസിനസ്സോ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ സാധ്യമായിരിക്കും. എന്നെപ്പോലുള്ള സാധാരണക്കാരന് അതത്ര ഈസി അല്ല. നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇതുപോലെ തിരിച്ചുപോയി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഫേമസ് ആവാൻ നടക്കുന്നവരുടെ വീഡിയോ കണ്ടിട്ട് കാനഡയെയും ഇവിടെ ജീവിക്കുന്ന മലയാളികളെയും വിലയിരുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 2-3 കൊല്ലം കാനഡയിൽ ജീവിച്ചു എന്നുള്ളത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. അത്രയും നാളുകൊണ്ട് നമുക്ക് കാനഡയെ പറ്റി മുഴുവൻ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഞാൻ ഒന്നും കൂടെ എടുത്തു പറയാം. ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മാത്രം ബാധകമായ ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ടോ മാത്രമാണ് ഇവിടെ നിന്ന് ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഈ പറഞ്ഞ വിസ എക്സ്പയറായി നാട്ടിൽ തിരിച്ചു പോയവർ ചിലപ്പോൾ നാട്ടിൽ 1-2 വർഷം കൂടി ജോലി ചെയ്ത് കാനഡയിലേക്ക് തന്നെ എക്സ്പ്രസ് എൻട്രി വഴിയോ PR വഴിയോ ഒക്കെ ആയിട്ട് തിരിച്ചു വരും. നാട്ടിൽ ഇട്ടുമൂടാൻ കാശില്ലെങ്കിൽ ഈ തിരിച്ചു വന്ന ആരും അവിടെ നിൽക്കാൻ പോകുന്നില്ല. അവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും തിരിച്ച് കാനഡയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ ചുരുങ്ങിയത് ബാംഗ്ലൂരിലേക്കെങ്കിലും പോവും. പിന്നെ എന്നെ കേൾക്കുന്ന നാട്ടുകാരുടെ അപേക്ഷയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലോ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്ന ആളുകളുണ്ടെങ്കിൽ PR കിട്ടിയോ വർക്ക് പെർമിറ്റ് കിട്ടിയോ എന്ന് ചോദിച്ച് ചൊറിയാൻ ചെല്ലാതിരിക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കാനഡയിൽ 2-3 വർഷം അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എവിടെ പോയി ജീവിക്കാനുള്ള സർവൈവിങ് ടെക്നിക്സും അല്ലെങ്കിൽ മറ്റു പല ജോലികളും അല്ലെങ്കിൽ എല്ലാ ജോലികളുടെ മഹാത്മ്യവും അറിഞ്ഞുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവർക്കിനി എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടാവും.
അവർ ഇനി എവിടെ ചെന്നാലും ജീവിച്ചോളും. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കൂടുതൽ സമയം പുറത്തായിരിക്കും. എനിക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 5-6 മണിക്കൂറെങ്കിലും വേണം. സമയം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കനേഡിയൻ മലയാളി എന്ന എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.